ഇപ്പോൾ പൊതുവെ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു കൾച്ചർ വെച്ചിട്ടാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ടാണെങ്കിൽ നമ്മളിപ്പം ഒരു കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ എത്തിക്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ പറയെങ്കിലും കുറെ കാര്യം നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാറില്ല. ഇപ്പോ എസ്പെഷ്യലി ഇപ്പൊ റാങ്ക് വെച്ച് നോക്കുമ്പോൾ ഒരു ജോബ്, ആ ഒരു ജോബില് എനിക്ക് പ്രൊമോഷൻ വേണം, പക്ഷെ എത്തിക്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനേക്കാളും എത്തിക്കൽ അല്ലാത്തൊരു പേഴ്സൺ ആയിരിക്കും ചിലപ്പോൾ ആ പ്രൊമോഷൻ പോവാ. അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഒരു പൊളിറ്റിക്സ് അങ്ങനെയും പറയാ. മനുഷ്യരുള്ളിടത്ത് എല്ലാ ഈ പൊളിറ്റിക്സ് ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഈ ഫേവററ്റിസം, നെപ്പോട്ടിസം ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ എത്തിക്സ് സത്യം പറഞ്ഞാൽ നമ്മളൊരു എത്തിക്സ് ഉണ്ടെങ്കിൽ ഈ പൊളിറ്റിക്സ് വരില്ല. എത്തിക്കലാണെങ്കിൽ ഈ മെറിറ്റോക്രസി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ഇപ്പൊ നമ്മൾ മെറിറ്റ് ഉള്ള ആളുകൾ ടോപ്പിലേക്ക് വരിക എന്ന് പറയുന്ന കോൺസെപ്റ്റ്, ആ മെറിറ്റോക്രസി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ക്വാളിറ്റി കുറഞ്ഞ ആളുകൾ പവർ പൊസിഷൻസിൽ വരും. അവിടെ വരുമ്പോഴത്തേക്ക് അവർ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ക്വാളിറ്റി ഉള്ള ആളുകൾ അടിച്ച് പുറത്താക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ സിസ്റ്റം, ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ എന്താ ഒരു സ്റ്റാൻഡേർഡ് ലോ ആവും, അത് കൊളാപ്സ് ആവും ഇവഞ്ച്വലി. അപ്പോൾ അത് പല രാജ്യങ്ങളിൽ സംഭവിച്ചിട്ട്, ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് എക്സാമ്പിൾ സൗത്ത് ആഫ്രിക്ക. ഇപ്പോൾ ഈ ബ്ലാക്ക് റിസർവേഷൻ കൊണ്ടുവന്നിട്ട് എന്താ പറയുക, കോമ്പിറ്റൻസി കുറഞ്ഞ അല്ലെ അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ പവർ വരികയും അവർ ഇപ്പോൾ അവിടുത്തെ ഒരു മെയിൻ ഒരു അതാണ് ഇന്നലെ പറഞ്ഞത്. ഈ മെഡ്രാസില, ചെന്നൈയില, തമിഴ്നാട്ടില ഇവരെ പൊക്കിക്കൊണ്ടിരുന്ന സമയത്ത് അവർ വരുന്ന വേറെ ഒരു സിസ്റ്റം വേണമല്ലോ, അപ്പോൾ മറ്റേ ആൾക്കാരും വേണം. അതാണ് ഞാൻ പറഞ്ഞത്, ബാലൻസ് വേണം. അല്ലാതെ ഇവരെ കംപ്ലീറ്റ് എലിമിനേറ്റ് ചെയ്ത് ഇവർ മാത്രം ബട്ട് ആ അത്രയും ടൈമിൽ, ആ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ടൈമിൽ, അതുവരെ ടൈമിൽ ആരും ഉണ്ടാവില്ല, ക്വാളിറ്റി ഉണ്ടാവില്ല. മെറിറ്റ് എത്തിക്സ് ഇല്ലാത്ത ആളുകൾ പവർ വന്നു കഴിഞ്ഞാൽ അവർ കംപ്ലീറ്റ് സിസ്റ്റം അബ്യൂസ് ചെയ്യും. അവിടെ മൊത്തം കറപ്ഷൻ ആവും, റിസോഴ്സ് അടിച്ചു മാറ്റും. മാത്രമല്ല ബാക്കി ആളുകൾക്ക് പൈസ ഇല്ലാതായി പോകും. ദേ വിൽ ഡിസ്ട്രോയ് എവറി ഇൻഡസ്ട്രി. പക്ഷേ എത്തിക്സ് ഒരുപാട് കാണിക്കുന്നവർക്ക് ലൈഫിൽ കൂടുതൽ പരിധിക്ക് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ പണം ഉണ്ടാക്കുക അങ്ങനത്തെ പല പ്രശ്നം വരും. കാരണം ഭയങ്കര എത്തിക്കലായി കഴിഞ്ഞാൽ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരു ബാലൻസിൽ പോകണം. ഇപ്പോൾ ബിസിനസ്സിലെ എത്തിക്സ് പറഞ്ഞാൽ ഭയങ്കര എത്തിക്സ് വേണം. എത്തിക്സുള്ള ബിസിനസ്സിൽ ലോങ് ടേം നിൽക്കണമെങ്കിൽ എത്തിക്സ് വേണം. എന്ന് പറഞ്ഞ് ഭയങ്കര എത്തിക്കലാകുമ്പോൾ പോയി കഴിഞ്ഞാൽ പ്രോഫിറ്റ് കിട്ടില്ല. അവർ ബാലൻസിൽ പോകണം. ബിസിനസ് എത്തിക്സ് അങ്ങനെയാണ്. ഡൂസ് ഡോൺസ് ബാലൻസ്, റൈറ്റ് ആൻഡ് റോങ് ബാലൻസിൽ പോകണം. എത്തിക്സ് ഇല്ലാത്ത സിവിലൈസേഷൻസ് എല്ലാം തന്നെ നശിച്ചു പോയിട്ടുണ്ട്. നമ്മുടെ ഹിസ്റ്ററി അങ്ങനെ. ഇപ്പോൾ ഏത് സിവിലൈസേഷൻ സർവൈവ് ചെയ്യണേലും, ഇൻക്ലൂഡിങ് എന്താണ് ഒരു പോപ്പുലേഷൻ ആണെങ്കിലും, ഇഫ് ദേ വാണ്ട് ടു കീപ് ദെയർ ലിഗസി ദേ ഹാവ് ടു ബി എത്തിക്കൽ. എത്തിക്സ് ഇല്ലാത്ത സിവിലൈസേഷൻസ്, ഗ്രീക്ക് സിവിലൈസേഷൻ എല്ലാം പോയിട്ടുണ്ട്. ആണോ ഇല്ല, ഇവിടുത്തെ എഡ്യൂക്കേഷൻ വെച്ച് ആവണോ ഇല്ല, ഇവിടുത്തെ എഡ്യൂക്കേഷൻ വെച്ച് ഉണ്ടാവണമില്ല. എഡ്യൂക്കേഷനും അക്കാഡമിക്സിനും വ്യത്യാസമുണ്ട്. അക്കാഡമിക്സിന് കുറേ മാർക്ക് വാങ്ങിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളാണ്. എഡ്യൂക്കേഷൻ പറഞ്ഞാൽ അതല്ല. ഇവിടെ ഇപ്പോൾ IIT പഠിക്കുന്ന ആൾക്കാർക്കൊന്നും ഒരു എത്തിക്സും ഇല്ല. അവർ പണത്തിന് വേണ്ടിയാണ് എല്ലാം ചെയ്യുന്നത്. ശരിക്കും എഡ്യൂക്കേഷനും അക്കാഡമിക്സിനുള്ള വ്യത്യാസം അതാണ്. ഇവിടുത്തെ ആൾക്കാർ അക്കാഡമിക്കാണ്, പക്ഷേ എഡ്യൂക്കേറ്റഡ് അല്ല. ഇപ്പോൾ കേരളത്തിലെ ഭൂരിഭാഗം ആൾക്കാർ അക്കാഡമിക്കാണ്, ലിറ്ററസി പറഞ്ഞത്, പക്ഷേ എഡ്യൂക്കേറ്റഡ് അല്ല. സ്റ്റാറ്റസ് മണി. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് മൊറാലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഒരു ഹ്യൂമൻ ബീയിങ് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. നിങ്ങൾ മൊറാലിറ്റി ഉദ്ദേശിക്കുന്നത് ഈ റൈറ്റ് ആൻഡ് റോങ് ആണോ, അല്ലെങ്കിൽ ഈ ധാർമ്മികത, ചാസ്റ്റിറ്റി അല്ല, ഇങ്ങനത്തെ സെക്സ്വൽ അതല്ല. മൊറാലിറ്റി റൈറ്റ് ആൻഡ് റോങ് അങ്ങനത്തെ കുറെ കാര്യങ്ങൾക്ക് അല്ല. മൊറാലിറ്റിയുടെ ഡെഫിനിഷൻ അതല്ല, നമ്മള് മൊറാലിറ്റി ഡെഫിനിഷൻ പറഞ്ഞാൽ അല്ല, മൊറാലിറ്റിയുടെ ഡെഫിനിഷൻ പറയുന്നത് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ റൈറ്റ് ആൻഡ് റോങ് ആണ്. അതന്നെ, റൈറ്റ് ആൻഡ് റോങ്. ആ ഒരു ലൈക്ക് നമ്മളിപ്പോ ഒരു സിറ്റുവേഷൻ വരുമ്പോ ഇത് ശരിയാണോ തെറ്റാണോ, അവിടെ ഒരു മൊറാൽ, നമുക്കൊരു ഈ ട്രൂ വാല്യൂസ് ഓഫ് ലൈഫ് ഉണ്ടെങ്കിലാണ് ഇത് ശരിയാണോ തെറ്റാണോ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ വാല്യൂ സിസ്റ്റം കറക്റ്റ് ആണെങ്കിൽ മാത്രമേ, അതായത് മോറൽ സിസ്റ്റം കറക്റ്റ് ആണെങ്കിൽ നമ്മളുടെ ആക്ഷൻസ് എത്തിക്കലാകത്തുള്ളൂ. അങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്. അവിടെ റാഷണാലിറ്റി, ഇമോഷൻ രണ്ടും വേണം. റാഷണാലിറ്റി മാത്രമോ ഇമോഷൻ മാത്രമേ ശരിയാവില്ല, രണ്ടും വേണം.
നമ്മൾ എന്നാലേ എത്തിക്കലാവാൻ പറ്റുള്ളൂ. വളർന്നു വന്ന സാഹചര്യത്തെയും കൂടെ ഡിപ്പെൻഡ്. ഇപ്പം നമ്മൾ ഏത് സൊസൈറ്റിയിലാണ് വളർന്നത്, ആ സൊസൈറ്റിയുടെ വാല്യൂസ് എന്താണ്, അവർ പഠിപ്പിച്ച എത്തിക്സ് എന്താണ്, അപ്പോൾ അതൊക്കെ നമ്മളുടെ ഡിസിഷൻ മേക്കിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. പക്ഷെ അതിൽ കുറേ വേണമെങ്കിൽ മാറ്റാം. നമ്മുടെ പിന്നീട് മാറ്റാൻ പറ്റും, വേണമെങ്കിൽ നമ്മൾ ബോധപൂർവ്വം മാറ്റാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ കുറേ ഇഷ്യൂസ് നടക്കുന്നുണ്ട്. റാമ്പൻ്റ് ആണ്. സൈബർ ക്രൈം മാത്രമല്ലല്ലോ, ക്രൈം അല്ല, വയലൻസ് ഭയങ്കര കൂടുതലാണ്. സോ പലരും പല ഒപ്പീനിയനാണ്. ചിലർ പറയുന്നു സിനിമയാണ് ഇഷ്യൂസ്, ചിലർ പറയുന്നു മൊബൈൽ ഫോണാണ്, ചിലർ പറയുന്നു അവർ വളർന്നു വരുന്ന എൻവിയോൺമെന്റ് ആണെന്നൊക്കെ. സോ ഇതെല്ലാം വെച്ച് നോക്കുമ്പോഴും ഒരു എത്തിക്സുമായിട്ട് എന്ത് റിലേറ്റഡ് ആയി ചെയ്യാൻ പറ്റും? അവർ വളർന്നു വരുന്ന എൻവയോൺമെന്റ് കുറച്ചുകൂടെ ഉള്ളു മറ്റേതിനെക്കാട്ടല്ല. അത് ലോ ആൻഡ് ഓർഡർ കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് ഇവർ ഈ അഭ്യാസം കാണിക്കുന്നത്. ഇപ്പം നമ്മൾ പണ്ട് സ്കൂൾ ടൈമിൽ അവിടെ എന്താ പറയുന്നത്, ഈ ഫോറിൻ കൺട്രീസിലെല്ലാം ലോസ് വളരെ സ്ട്രോങ് ആണ്, അടി കിട്ടുമായിരുന്നു. അപ്പം നമുക്ക് അവിടെ റൈറ്റ് ഓർ റോങ് വെൽ ഡിഫൈൻഡ് ആയിരുന്നു. അപ്പം നമ്മൾ റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തല്ല് കിട്ടുമായിരുന്നു. അപ്പം നമുക്ക് ഇതിൻ്റെ കോൺസിക്വൻസസ് അറിയാം. ഈ നമ്മളിപ്പോൾ ഇതിന് കുഴപ്പം പറയട്ടെ, ഈ പേടിച്ചുകൊണ്ട് കാര്യമില്ല. ഈ സെക്സ് റിലേറ്റഡ് കാര്യം പോലും ഒരു നിയമം ഉണ്ടാക്കി പേടിപ്പിച്ച് കഴിഞ്ഞാൽ അവരത് വേറെ രീതിയിൽ റിലീസ് ചെയ്യും. ഡ്രഗ്സ് നിർത്തി അവർ വേറെ രീതിയിൽ റിലീസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു പേടിപ്പിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. അത് ഇവിടെ വേറെ ഫോമിലേക്ക് അത് മാറും. ഇവിടെ പണ്ട് ചാരായം നിരോധിച്ചു, അപ്പോഴേക്കും വേറെ ആൽക്കഹോൾ വേറെ ഇത് വന്നു. അപ്പോൾ അങ്ങനെ പേടിപ്പിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. അല്ല, അങ്ങനെയല്ല. ഇത് യൂസ് ചെയ്യുന്നത് ഇപ്പം നമ്മളിപ്പോൾ ആൽക്കഹോളിൻ്റെ കാര്യം, ഇപ്പോൾ ആൽക്കഹോൾ ഇപ്പം നമ്മൾ നിരോധിക്കാമെന്ന് വിചാരിച്ചു, ബ്ലാക്ക് മാർക്കറ്റ് ഇതിൻ്റെ ഡബിൾ സെയിൽസ് നടക്കും. നമ്മൾ എന്ത് സാധനം നിരോധിക്കുന്നത്, ഇപ്പം നമ്മളിപ്പോൾ ഡ്രഗ്സ് നിരോധിക്കുന്നു, അത് ബ്ലാക്ക് മാർക്കറ്റ്, അപ്പോൾ ഇതിൻ്റെ ഡിമാൻഡ് വേണം, ഇതിൻ്റെ അവൈലബിലിറ്റി കുറയുമ്പോൾ ഡിമാൻഡ് കൂടും. ദാറ്റ്സ് എക്കണോമിക് ബേസിക്. അതാണ്. അപ്പോൾ ബ്ലാക്ക് മാർക്കറ്റ് ഇതിൻ്റെ സെയിൽസ് കൂടും. അപ്പോൾ കൂടുതൽ ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾ ആളുകൾ അടിച്ച് കണ്ണും കരളും ഒക്കെ പോകും. അതാണ് ചാരായം നിർത്തിയ പ്രശ്നം. അതാണ് ശരിക്കും പ്രശ്നം. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള ലൈഫിലെ പ്ലഷേഴ്സ് ഒന്നും ബാൻ ചെയ്യാൻ പാടില്ല. ഇത് എത്തിക്കലായിട്ട് യൂസ് ചെയ്യാൻ പഠിപ്പിക്കുക എന്നുള്ള ഓപ്ഷനെ അതാണ് വേണ്ടത്. അല്ല ബാനിങ് നടക്കുള്ളൂ. അല്ലെങ്കിൽ പേടിപ്പിച്ചിട്ട് നിർത്തിയിട്ടൊന്നും കാര്യമില്ല, അത് വേറെ ഫോമിലേക്ക് മാറും. ഇപ്പം ഇവിടുത്തെ സൊസൈറ്റിയിൽ കഞ്ചാവ് മുടി വളർത്തിയ ആളുകൾ കഞ്ചാവ്, അപ്പം അങ്ങനത്തെ ഒരു സ്റ്റീരിയോ ടൈപ്പിംഗ് ഉണ്ട്. ഇവിടെ താടി വളർത്തിയവൻ കഞ്ചാവ്. അപ്പോൾ ഇതൊക്കെ ഈ സൊസൈറ്റിയുടെ ഒരു സ്റ്റീരിയോ ടൈപ്പിംഗാണ്. അപ്പോൾ ഇവിടെ വരുന്നത് പറഞ്ഞാൽ ഇപ്പോൾ ഗാഞ്ച എന്ന് പറയുന്നത് ശരിക്കും അതിൻ്റെ ഹെർബ് മെഡിസിനൽ പർപ്പസ് ഉള്ള സാധനമാണ്. ഇപ്പോൾ ഈ ഡെവലപ്ഡ് കൺട്രി, ഇപ്പോൾ കാനഡ പോലുള്ള കൺട്രിയിൽ ആമസോണിൽ ഓർഡർ ചെയ്ത സാധനം വീട്ടിൽ വരും. അതാണ് ഇപ്പോൾ ഡെവലപ്ഡ് കൺട്രീസിന് അവർക്ക് ഓൾറെഡി ഇത് യൂസ് ചെയ്യാനുള്ള എത്തിക്സ് അവർക്കുണ്ട്, പോളിസി അവർക്കുണ്ട്. നമ്മുടെ കൺട്രിയിൽ ഇതെന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രസാദമായിട്ടൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ ശിവപ്രസാദമാണ് ഭാങ്ങൊക്കെ യൂസ് ചെയ്യുന്നത്. അവിടെ അതൊരു പ്രശ്നമില്ല. പക്ഷേ കേരളത്തിൽ വരുമ്പോൾ എന്ന് വെച്ചാൽ ഇത് അടിച്ചങ്ങ് നടക്കുകയല്ല. ഇവർക്ക് ഇത് യൂസ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് അറിയത്തില്ല. എക്സാക്ട്ലി. ഇത് ലീഗലൈസ് ചെയ്യാന്ന് വിചാരിച്ചോ, ഇത് യൂസ് ചെയ്യേണ്ട ആളുകൾ മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ പ്രശ്നമില്ല. ഇപ്പം പണ്ട് ഈ ഡ്രഗ്സ്, ഞാൻ കഴിഞ്ഞ ഇതിൽ നമ്മൾ ഡിസ്കഷനിൽ പറഞ്ഞ പോലെ ഈ ഹൈ ക്ലാസിൻ്റെ ഇടയിൽ മാത്രമേ ഈ ഡ്രഗ്സ് അവൈലബിൾ ആയിരുന്നുള്ളൂ. ഇതിപ്പോൾ ഈ നമ്മുടെ ഇവിടുത്തെ എക്കണോമിക്കലി ലോവർ ആയിട്ടുള്ള ആളുകളുടെ ഇടയിലും കൂടി ഈ ഡ്രഗ്സ് ഈസിലി അവൈലബിൾ ആയപ്പോൾ ഇവർക്ക് ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയത്തില്ല. അവർക്ക് അറിയത്തില്ല. അവരിതങ്ങ് അടിച്ചു കിടന്ന് ഷോ കാണിക്കുക, കിടന്ന് തമ്മി തല്ലുക, പ്രശ്നം ഉണ്ടാക്കുക. ഇതാ ഇവിടെ കാണുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാന പ്രശ്നം വിവരമില്ലായ്മ തന്നെയാണ്. അതാ പറഞ്ഞത്, എല്ലാത്തിലും എഡ്യൂക്കേഷനാണ് ബേസിക്. അത് ശരിയാക്കി കഴിഞ്ഞാൽ തന്നെ സമൂഹത്തിൽ ഇത് കൊണ്ടുവരാൻ പറ്റും.